അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 74 സങ്കീർത്തനം അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇതെത്രത്തോളം എന്നറിയുവാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും, ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ? നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? നിന്റെ മടിയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമേ. വചനമിതാ കേൾക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. അത്രമാത്രം ക്രൈസ്തവ ലോകത്തെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയും കടന്നു വരുന്നൊരു അനുഭവമാകുന്നു ദൈവമക്കളെ നമ്മൾ കാണുന്നത്. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി പ്രവാചകന്മാർക്ക്, ശുശ്രൂഷകർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് കേൾക്കാനും അറിയുവാനും ഇവിടെ വരുന്നൊരു സമയം കൂടിയാണ്. അത് മറ്റാരും തെറ്റല്ല, വചനം നിറവേറും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് എത്രത്തോളം എന്നറിയുവാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. പ്രവാചകന്മാർ നമുക്കിടയിലില്ലെങ്കിൽ ദൈവമക്കളെ, വചനം നമ്മളെ കേൾപ്പിക്കുന്നു. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 പറയുന്നത്, യഹോവയെ കർത്താവ് പ്രവാചകന്മാരെ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആമേൻ. യഹോവയെ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. എത്ര സത്യം! സഭയാണെങ്കിലും ഭവനമാണെങ്കിലും ദൈവമക്കളെ, സമൂഹത്തിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും പ്രവാചകന്മാരിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി തരത്തില്ലേ? മുൻകൂട്ടി അറിയിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏത് കഷ്ടതയിലൂടെ കടന്നു പോട്ടെ, ഏത് സമൃദ്ധിയിലൂടെ വരട്ടെ, അപ്പോഴും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നേരിടുന്നത് എന്താണെങ്കിലും കർത്താവ് നമുക്കത് മുൻകൂട്ടി വെളിപ്പെടുത്തി പ്രവാചകന്മാരിൽ കൂടി തരുന്നുണ്ടല്ലോ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ വചനം നമ്മളെ കേൾക്കുന്നത് പോലെ, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇത് എത്രത്തോളം എന്നറിയുവാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തോട് ചോദിച്ച് അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു കൊടുക്കുന്ന അരുളപ്പാട് കേട്ട് അത് തൻ്റെ ജനത്തേക്ക് അറിയിക്കുവാൻ പ്രവാചകന്മാരെ ഇനി ഇവിടെ ശേഷിപ്പില്ല, കാണുന്നില്ല എന്നറിയിക്കുന്നു. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും, ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ? നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? നിന്റെ മടിയിൽ നിന്ന് അതെടുത്ത് അവരെ മുടിക്കണമേ എന്നങ്ങ് അപേക്ഷിക്കുകയാണ്. പ്രവാചകന്മാർ നമുക്കറിയില്ല, നമ്മുടെ സഭയിലാണേലും ദൈവമക്കളെ, ശുശ്രൂഷകരാകുന്ന പ്രവാചകന്മാർ, അവരെ കൂടി കർത്താവ് നമുക്ക് മുൻകൂട്ടി കാര്യങ്ങളെല്ലാം അറിയിച്ചു തരികയില്ലേ? വരാനിരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മളെ വചനത്തിലൂടെ തന്നെ കേൾപ്പിക്കുകയല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ചു തരുമല്ലോ. അത് നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ സംഭവങ്ങൾ, അത് സംഭവിക്കുന്ന ദിവസത്തിൽ, വിഷയങ്ങൾ എന്തായിരിക്കട്ടെ, അത് സംഭവിക്കുന്ന ദിവസത്തിൽ പെട്ടെന്ന് ഒന്ന് അറിയാതെ ഒന്ന് കരഞ്ഞാലും ഒന്ന് തളർന്നാലും വേഗത്തിൽ നോർക്കും, ഇല്ല, ഇത് നേരത്തെ മുൻകൂട്ടി പ്രവാചകനിലൂടെ കേൾപ്പിച്ചതല്ലേ, എൻ്റെ അഭിഷക്തനിലൂടെ കേൾപ്പിച്ചതല്ലേ. അമേ, സ്തോത്രം. നിങ്ങളുടെ പുരോഹിതന്മാരെ കൂടി കേൾപ്പിച്ചതല്ലേ. മുൻകൂട്ടി അറിയിക്കാത്തതൊന്നും ദൈവം ചെയ്തിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അതിനടുത്തൊരു ഉത്തരം നമുക്ക് അവിടെ തന്നെ കിട്ടുക. ദൈവത്തിന് സ്തോത്രം. സമാധാനം നമ്മളവിടെ കണ്ടെത്തുകയാണ്. അതേ ദൈവമക്കളെ, പ്രവാചകന്മാർ നമുക്കില്ലാതെ വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആലോചന കിട്ടുന്നതിനൊന്നും ഒരു തടസ്സമുണ്ടാകാതെ, അരുളപ്പാട് കിട്ടുന്നതിനൊരു തടസ്സമുണ്ടാകാതെ എല്ലാം കർത്താവിൻ്റെ ഹിതം പോലെ നിറവേറട്ടെ. എല്ലാത്തിനും തടസ്സങ്ങൾ നേരിടുന്ന ഏത് കാര്യമുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി നല്ല ഒരു സാക്ഷിയെ തീരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടുള്ള പ്രവാചകന്മാരെ കൂടി അതേ കർത്താവെ തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്ന് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങളെ യഥാസമയത്ത് അറിയിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, പ്രശ്നങ്ങൾ ഏത് കടന്നു വരുമ്പോഴും
മുൻകൂട്ടി അറിയിച്ച ആ വലിയ വചനത്തിൻ്റെ മുൻപിൽ കർത്താവെ, ആ അരുളപ്പാടിൻ്റെ മുൻപിൽ അടിയങ്ങൾ നമിക്കുന്നു കർത്താവെ, നമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അറിയിക്കാത്തതൊന്നും ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ വന്നിട്ടില്ല. ആകയാൽ ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ. അഭിഷക്തന്മാരെയൊക്കെ ദൈവം ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷക്കാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, ശത്രു വിശുദ്ധ മന്ദിരത്തെ തകർത്ത് ഉടയ്ക്കുവാൻ കടന്നു വരുമ്പോൾ ആമേ സ്തോത്രം, ദൈവത്തിൻ്റെ കൈ ആമേ അത് പിൻവലിക്കരുതേ. അടിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. മഹത്വവും പുകഴ്ചയും അങ്ങ് എടുക്കണമേ. ഞാനോ കുറയണം കർത്താവേ, അങ്ങ് നീ വളരണമേ എന്നൊരു പ്രാർത്ഥനയോടെ അടിയനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉയരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ച അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.